ചില ചെടികൾ വളരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും നമ്മൾ നട്ട് നനയ്ക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു അഹങ്കാരവും കാണുമല്ലേ. ക്രിസ്മസിൻ്റെ പിറ്റേന്ന് വാടി തളർന്നു നിന്ന ഈ അവക്കാഡോ തൈ നട്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത്രയും ഗ്രോത്ത് ആകുമെന്ന്. ഏകദേശം ഒരു 1.5 മാസത്തെ ഗ്രോത്താണ് ഈ കാണുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് അവക്കാഡോ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അവക്കാഡോയുടെ കാര്യം പറയുമ്പോൾ അവക്കാഡോയുടെ ചെറിയൊരു ചരിത്രം കൂടി അങ്ങോട്ട് പറയാം. ശരിക്കും ഈ അവക്കാഡോയുടെ പേര് അവക്കാഡോ എന്നല്ല, അഹുവാഗാത്ത എന്ന പേരിലായിരുന്നു അവക്കാഡോ അറിയപ്പെട്ടിരുന്നത്. അമേരിക്കക്കാർക്ക് ഈ പേര് പ്രൊനൗൺസ് ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ അവർ അഹുവാഗാത്ത എന്ന പേര് മാറ്റി അവക്കാഡോ എന്നാക്കിയത്. അവർക്ക് അഹുവാഗാത്ത എന്ന പേര് ഉച്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ ഫ്രൂട്ട് മാത്രം വാങ്ങാറില്ലായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ ഇത് വലിയ നഷ്ടം വരുമെന്ന് മനസ്സിലാക്കിയവർ അഹുവാഗാത്ത എന്ന പേര് മാറ്റി അവക്കാഡോ എന്നാക്കി. ഇതിപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കടയിൽ പോയിട്ട് ചേട്ടാ 1 കിലോ അഹുവാഗാത്തെ, ഒരു അഹുവാഗാത്തെ ഷെയ്ക്ക് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അടുത്ത് നിന്ന് ഇത് കേൾക്കുന്നവർ നമ്മളെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുമോ? ഈ എടുത്താ പൊങ്ങാത്ത പേര് മറ്റുള്ളവർ കളിയാക്കിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ പറയുമോ? അവക്കാഡോ എന്ന് തന്നെ പറയാനായിട്ട് പറ്റുന്നില്ല, പിന്നല്ലേ അഹുവാഗാത്തെ.